പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നോമ്പുകാരനായിരിക്കെ നോമ്പുകാരിയായിരിക്കെ ചെയ്യൽ അനിവാര്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് നോമ്പുകാരനായിരിക്കെ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. നോമ്പുകാരന് കറാഹത്താകുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഉസ്താദ് ഈ കറാഹത്ത്? നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശദമായി നമുക്ക് കേൾക്കാം. നോമ്പുകാരനായിരിക്കെ TV കാണലും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണലും, ഫേസ്ബുക്കും വാട്സപ്പും മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലും ഹറാമാണോ? നോമ്പ് മുറിയുമോ ഉസ്താദെ? എന്താണ് ആ ചോദ്യത്തിൻ്റെ മറുപടി? പല ഉമ്മമാരും ചോദിക്കുന്നു, ഉസ്താദെ ഞങ്ങൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ചായക്ക് മധുരമിടുമ്പോൾ, നാരങ്ങാവെള്ളത്തിന് മധുരമിടുമ്പോൾ, അതുപോലെ ഇറച്ചിക്കറിക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നാവിൽ വെച്ച് നോക്കാറുണ്ട്. ആ നോട്ടം കൊണ്ട്, അങ്ങനെ നാവിൽ വെച്ച് രുചി നോക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ? നോമ്പുകാരന് സ്പ്രേ ഉപയോഗിക്കാമോ? നോമ്പുകാരൻ പകലിൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാമോ? തുടങ്ങി ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയും നോമ്പുകാരന് കറാഹത്താകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കറിയാം, നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ നോമ്പ് പിടിച്ചു, നിയത്ത് വെച്ച് പകൽ മുഴുവനും ഒന്നും കഴിക്കാതെ ഇരുന്നു, എന്നിട്ട് അവൻ്റെ നാവിനെ അവൻ ശ്രദ്ധിച്ചില്ല, അവൻ്റെ അവയവങ്ങളെ അവൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവൻ്റെ ആ പട്ടിണി കിടത്തം കൊണ്ട് ഒന്നും അവനിക്ക് കിട്ടൂല എന്നാണ്. അതായത് ആ നോമ്പ് കൊണ്ട് അവനിക്കൊരു പ്രതിഫലവുമില്ല. നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ അവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് നോമ്പുകാരനായിട്ട് അവൻ നമസ്കാരം, അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ, അതൊക്കെ അവൻ ചെയ്യേണ്ടതാണ്. അതൊന്നും ചെയ്തില്ല എങ്കിൽ നോമ്പ് മുറിഞ്ഞു പോവില്ല. എന്നാലും നോമ്പിൻ്റെ പ്രതിഫലം പരിപൂർണമായി നമുക്ക് കിട്ടണമെങ്കിൽ നോമ്പുകാരനായിരിക്കെ അവൻ ഒരുപാട് നല്ല അമലുകൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടമായി പോകുന്ന ചില കാര്യങ്ങൾ, അതിൽപ്പെട്ടതാണ് നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. അതിൻ്റെ പേരാണ് കറാഹത്തുകൾ. നോമ്പുകാരന് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോവില്ല, മറിച്ച് നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. നോമ്പുകാരനായിരിക്കും, പക്ഷെ നോമ്പിന് നമുക്കൊരു പ്രതിഫലമുണ്ടല്ലോ, ആ പരിപൂർണമായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനാണ് കറാഹത്തുകൾ, നോമ്പിൻ്റെ കറാഹത്തുകൾ എന്ന് പറയുക. ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പല ആളുകൾക്കും സംശയമുണ്ടാകും, ഉസ്താദെ ഈ കറാഹത്ത് അത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ നിർവചനം? കറാഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ, ഒരു കാര്യം, ആ കറാഹത്തായ കാര്യം ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ഇല്ല. അത് ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താൽ ശിക്ഷയില്ല. അതായത് ഹറാമല്ല, ഹറാമായ കാര്യം ഉപേക്ഷിച്ചാൽ നമുക്ക് കൂലിയുണ്ട്, ചെയ്താൽ ശിക്ഷ ഉണ്ട്. എന്നാൽ കറാഹത്തായ കാര്യം ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താൽ ശിക്ഷ ഇല്ലാത്ത കാര്യമാണ്. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നു വന്നാൽ നമുക്കതെല്ലാം വ്യക്തമായി മനസ്സിലാകും. മഹാന്മാർ പറയുന്നുണ്ട്, 40 കറാഹത്തുകൾ ഒരു മനുഷ്യൻ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അവനൊരു ഹറാമ് ചെയ്തവനെ പോലെയാണെന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ കറാഹത്തായിരിക്കും. നമ്മളൊക്കെ അത് കറാഹത്തല്ലേ, അതിപ്പോൾ കുഴപ്പമില്ലല്ലോ, ചെയ്തെന്ന് വെച്ചിപ്പോൾ എന്താ പ്രശ്നം എന്ന ഒരു ലാഘവത്തോടു കൂടി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും വലിയ ഗുരുതരമായ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നോമ്പുകാരനായിരിക്കെ നോമ്പുകാരന് കറാഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, എൻ്റെ ഉമ്മമാരും ശ്രദ്ധിക്കണം, ഉപ്പമാരും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നോമ്പുകാരനായിരിക്കെ പകലിൽ സുഗന്ധം പൂശുക എന്നത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞല്ലോ, അത് ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താൽ ശിക്ഷയില്ല. അതായത് നോമ്പുകാരനായിരിക്കെ പകലിൽ ഒരാൾ അത്തർ പൂശി,
അത്ര തേച്ചു അല്ലെങ്കിൽ സ്പ്രേ അടിച്ചു, അവൻ അത് അത്ര പൂശാതിരുന്നെങ്കിൽ അവനിക്ക് കൂലി ഉണ്ടായിരുന്നു. അത്ര അവൻ പൂശിയത് കൊണ്ട്, അത്ര അവൻ തേച്ചത് കൊണ്ട് അവനിക്ക് ശിക്ഷയൊന്നുമില്ല. പക്ഷേ ആ നോമ്പിൻ്റെ പരിപൂർണമായ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും, പൂർണ്ണമായ പ്രതിഫലം കിട്ടൂല. അപ്പം എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകും. ഉസ്താദേ, കുളിക്കുന്ന സോപ്പ്, കുളി സോപ്പ് അത് ഗന്ധമുള്ളതാണല്ലോ, മണമുള്ളതാണല്ലോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ടായി, അപ്പോൾ ഓയിൽമെൻറ്റ് പുരട്ടി, ഓയിൽമെൻറ്റിന് മണമുണ്ടല്ലോ. അല്ലെങ്കിൽ ചെറിയ തലവേദന പോലെ വന്നു, തലവേദനക്ക് വിക്സ് എടുത്തു, ഇവിടെ ഇങ്ങനെ പുരട്ടി, അപ്പോൾ അതിനൊരു മണം ഉണ്ടാവുമല്ലോ, ഒരു നല്ലൊരു ഗന്ധമുണ്ടല്ലോ, അപ്പോൾ നോമ്പ് മുറിയുമോ? ഇങ്ങനെ ചില സംശയങ്ങൾ. ഇവിടെ മഹാന്മാർ പറയുന്നു, ഇപ്പോൾ ഒരാൾ അത്തർ പൂശുന്നത് എന്തിനാണ്? അത്തർ എന്ന് പറയുന്ന വസ്തു തന്നെ അത് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ അത്തർ ഇങ്ങനെ കയ്യിൽ പുരട്ടി എൻ്റെ ശരീരത്തും എൻ്റെ ഡ്രസ്സിലൊക്കെ പുരട്ടുന്നത് മറ്റുള്ളവർക്ക് ഗന്ധമുണ്ടാവണം, നല്ല മണമുണ്ടാവണം, അതാണ് ലക്ഷ്യം. എന്നാൽ സോപ്പ് എന്നതിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം, നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കും, സോപ്പിൻ്റെ മർമ്മപ്രധാനമായ ഉദ്ദേശം എന്താണ്? അത് സുഗന്ധമുണ്ടാവലല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പോവലാണ്. അഴുക്ക് പോകുന്ന, അഴുക്ക് കളയുന്ന ആ വസ്തുവിന് സ്വാഭാവികമായ ഒരു ഗന്ധമുണ്ടാകും, ഒരു നല്ല ഗന്ധമുണ്ടാകും, പ്രത്യേകിച്ച് സോപ്പിനുണ്ടാകും. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് നോമ്പുകാരൻ കുളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ പുരട്ടി, എണ്ണ തലയിൽ പുരട്ടി, എണ്ണയ്ക്ക് ചിലപ്പോൾ നല്ല സുഗന്ധമുള്ള ഹെയർ ഓയിലായിരിക്കും ഉപയോഗിച്ചത്, അപ്പോൾ അതിന് മണമുണ്ടല്ലോ, അപ്പോൾ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയുകയൊന്നുമില്ല, പക്ഷേ കറാഹത്താണ് അത്. അങ്ങനെ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കൽ, പ്രത്യേകിച്ച് അത്തർ പോലെ, സ്പ്രേ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കൽ കറാഹത്താണ്. പിന്നെ നോമ്പുകാരൻ അവൻ ഉപയോഗിക്കുന്ന സോപ്പ്, അത് ഞാൻ പറഞ്ഞതുപോലെ സുഗന്ധത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവല്ല, മറിച്ച് അത് നമ്മുടെ അഴുക്ക് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. അപ്പോൾ അത് ആ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കും, പേസ്റ്റിന് ഒരു രുചിയുണ്ടല്ലോ, ചില മണമുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും ഉസ്താദേ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ പേസ്റ്റ് ആണെങ്കിൽ ആ പേസ്റ്റും ഉമിനീരും കൂടി കലർന്ന് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയും. അപ്പോൾ വായിൽ നമ്മുടെ ആ ഒരു പേസ്റ്റ് വെച്ച് നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരു ചൊവയുണ്ടാകും, ഒരു ഗ്യാസൊക്കെ ഉണ്ടാകുമല്ലോ, അത് പരമാവധി ഉള്ളിലേക്ക് പോവാതെ വായുടെ ഉള്ളിൽ തന്നെ വെച്ച് അത് നല്ലതുപോലെ കുലുക്കുഴിഞ്ഞ്, വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കുലുക്കുഴിഞ്ഞ് പുറത്തേക്ക് തുപ്പിക്കളയുക, അല്ലാതെ അത് ഇറക്കാൻ പാടില്ല. പിന്നെ നമ്മളിവിടെ പറഞ്ഞത് സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യമാണ്. അത്തർ ഉപയോഗിക്കൽ, അതുപോലെ സ്പ്രേ ഉപയോഗിക്കൽ, നോമ്പുകാരൻ പകലിൽ ഇതൊക്കെ ചെയ്യൽ കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കാരണമില്ലാതെ പല്ല് തേക്കുക. ഒരാൾ രാവിലെ കിടന്നുറങ്ങി, സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി, ഉറങ്ങിയിട്ട് പിന്നെ അവൻ എഴുന്നേൽക്കുന്നത് 2 മണിക്കാണ്. ഉദാഹരണം 2 മണിക്കാണ് അവൻ എഴുന്നേൽക്കുമ്പോൾ വായ മുഴുവനും പകർച്ചയായി, വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. ആ സമയത്ത് അവനക്ക് അതൊന്ന് പല്ല് തേക്കാം, ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ. പിന്നെ ഒരു മനുഷ്യൻ അവൻ മറന്നുകൊണ്ട് പല്ല് തേച്ചു. സാധാരണ അവൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നുണ്ട്, ആ ഒരു ഓർമ്മയിൽ അവൻ പേസ്റ്റൊക്കെ എടുത്ത് നല്ലതുപോലെ പല്ല് തേച്ചു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഈ വായ നല്ലതുപോലെ പകർച്ചയായതുകൊണ്ട് നമുക്ക് പല്ല് തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഒരു മനുഷ്യൻ നോമ്പുകാരനായിട്ട് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ അടുക്കൽ ആ നോമ്പുകാരൻ്റെ വായുടെ ഗന്ധം കസ്തൂരിയേക്കാൾ മണമുള്ളതായിരിക്കും എന്ന് സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വെറുതെ ഒരു വസ്തു എടുത്ത് വായിൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ബട്ടൺസ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബട്ടൺസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കടിച്ചിങ്ങനെ വായിൽ ഇങ്ങനെ ഇട്ടിട്ടിരിക്കും. അതുപോലെ ചൂയിങ്കം, ബബിൾക്കം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നൂല്, ചെറിയ നൂലിൻ്റെ കഷ്ണം. അതുപോലെ തന്നെ റബ്ബർ ബാൻഡ്, ഇതൊക്കെ പല ആളുകളും ചെയ്യുന്ന റബ്ബറിൻ്റെ ചെറിയ കഷ്ണം, അതിങ്ങനെ വായിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. നോമ്പുകാരനാണെങ്കിൽ അയാൾക്കത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ഇനി നാലാമത്തേത്, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും കറാഹത്താണ് നോമ്പുകാരനെ. ഇത് വുളു എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ആദ്യം വായ കഴുകുമല്ലോ, അതല്ല ഇവിടെ ഉദ്ദേശം. അമിതമായി കഴുകുന്നു, അമിതമായി ഒരുപാട് വെള്ളം എടുത്തിങ്ങനെ വായിൽ വെക്കുന്നു, കുറേ നേരം ഇങ്ങനെ കുലുക്കുഴിയുന്നു. പലപ്പോഴും അത് വായിൽ വെച്ച് നമ്മളിങ്ങനെ കുലുക്കുഴിയുന്ന സമയത്ത്
അത് കുറച്ച് ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവറായി ചെയ്യാൻ പാടില്ല. പിന്നെ നോമ്പുകാരൻ പരമാവധി എന്താണ് ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന പരിപാടി ഇല്ലാതിരിക്കലാണ് നല്ലത്. കാരണം എന്താ, പല ആളുകളും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോവാൻ സാധ്യതയുണ്ട്. മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോയാൽ നോമ്പ് മുറിയാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നോമ്പുകാരൻ ഉപേക്ഷിക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, അമിതമായി വായിൽ വെള്ളം കുപ്പിളിക്കുക. രണ്ടാമത്തേത്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇനി അഞ്ചാമത്തെ കാര്യം, മുങ്ങിക്കുളിക്കുക. അത് കറാഹത്താണ്. അപ്പോൾ ഒരാൾ പറയും, ഉസ്താദെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത്, ഞാനിപ്പോൾ 10-20-30 വർഷമായിട്ട് തന്നെ മുങ്ങിക്കുളിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ മുങ്ങിക്കുളിക്കുമ്പോൾ എൻ്റെ മൂക്കിലൂടെയോ വായിലൂടെയോ ചെവിയിലൂടെയോ വെള്ളം ഉള്ളിലേക്ക് കയറാതെ മുങ്ങിക്കുളിക്കാൻ എനിക്കറിയാം. പിന്നെ ഞാൻ കുളിച്ചാൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. മുങ്ങിക്കുളിക്കാൻ അറിയാവുന്നവൻ, അതായത് പ്രാക്ടീസ് ഉള്ളവനാണെങ്കിൽ തന്നെ നോമ്പുകാരനായി പകലിൽ അവൻ മുങ്ങിക്കുളിക്കൽ എന്താണ്? കറാഹത്താണ്. പിന്നെ പ്രാക്ടീസ് ഇല്ലാത്തവൻ, അതായത് മുങ്ങിക്കുളിച്ചാൽ ചിലപ്പോൾ മൂക്കിൽ വെള്ളം കയറിയേക്കാം, അല്ലെങ്കിൽ ചെവിയിൽ വെള്ളം കയറിയേക്കാം, അങ്ങനെ അവൻ കുളിക്കാനേ പാടില്ല. ചിലപ്പോൾ അത് ഹറാമിൻ്റെ രൂപത്തിൽ വരും. കാരണം എന്താ, മനഃപൂർവ്വം അവൻ മുങ്ങിക്കുളിക്കുന്നു, അവൻ്റെ മൂക്കിലൂടെ വായിലൂടെയൊക്കെ വെള്ളം കയറി അവൻ നോമ്പ് മുറിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. പിന്നെ ആറാമത്തേത്, നോമ്പ് തുറക്കാൻ മനഃപൂർവ്വം താമസിപ്പിക്കുക. പ്രത്യേകിച്ച് ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ആ നോമ്പ് തുറക്കുന്ന ബാങ്കിൻ്റെ തൊട്ടടുത്ത സമയത്തായിരിക്കും ഭയങ്കര വെപ്രാളം. എന്താ, നാരങ്ങ പിഴിയുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കറി ചൂടാക്കുന്നു, പത്തിരി ഒന്ന് പാലിൽ മുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കായിരിക്കും. ബാങ്ക് അവിടെ വിളിച്ചു, എല്ലാവരും നോമ്പ് തുറന്നു, എല്ലാവരും ചിലപ്പോൾ നിസ്കരിക്കാൻ പോയാലും ഈ ഉമ്മ ചിലപ്പോൾ നോമ്പ് തുറന്നിട്ടുണ്ടാവില്ല. അത് പാടില്ല. എന്താ ചെയ്യേണ്ടത്? നോമ്പ് തുറ വൈകിപ്പിക്കാൻ പാടില്ല. ബാങ്ക് വിളിച്ച ഉടനെ, അതായത് സമയമായാൽ ഉടൻ തന്നെ ഒരു കാരക്കയെങ്കിലും ഈത്തപ്പഴമെങ്കിലും വായിലിട്ട് നമ്മൾ ആ നോമ്പ് തുറന്നിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. അതായത് നോമ്പ് തുറ വൈകിപ്പിക്കൽ കറാഹത്താണ്. ഇനി മറ്റൊരു കാര്യമാണ്, വായിൽ രുചി നോക്കുക, കറിയുടെ രുചി നോക്കുക, അതുപോലെ ഉപ്പ് നോക്കുക. അതൊക്കെ എന്താ, കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഉപ്പ് നോക്കി നമ്മൾ വായിൽ കറിയുടെ രുചിയൊക്കെ നോക്കിയാൽ അത് ഉമിനീരുമായി ഉള്ളിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദേ? ഞങ്ങൾക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ, മീൻകറി ഉണ്ടാക്കുമ്പോൾ, മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നോമ്പുകാരനായിരിക്കെ അല്ലെങ്കിൽ നോമ്പുകാരിയായിരിക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നാരങ്ങാവെള്ളം ഇങ്ങനെ കലക്കിയിട്ട് അതിൽ മധുരമുണ്ടോ, ചായയിൽ പഞ്ചസാര കലക്കിയിട്ട് മധുരമുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കണ്ടേ? അപ്പോൾ നോക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാവണം? കുറച്ച് നാരങ്ങാ വെള്ളം എടുത്തോ അല്ലെങ്കിൽ ചായ എടുത്തോ നമ്മുടെ നാക്കിൻ്റെ അഗ്രഭാഗത്ത് വെച്ച് നോക്കണം. ഏകദേശം മധുരമോ അല്ലെങ്കിൽ പുളിയോ ഉപ്പോ ഒക്കെ നമുക്ക് അവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് ഉടൻ തന്നെ തുപ്പിക്കളയുക മാത്രമല്ല, വായ കഴുകുകയും വേണം. അല്ലെങ്കിൽ ആ ഉപ്പ് രസം അല്ലെങ്കിൽ ആ മധുരം അല്ലെങ്കിൽ ആ എരിവ് നമ്മുടെ ഉമിനീരുമായി കലർന്ന് ഉള്ളിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് നോമ്പ് മുറിയുന്ന കാര്യമായി മാറിയേക്കാം. അതുകൊണ്ട് എന്താണ്, കറാഹത്താണ് എന്ത്? നോമ്പുകാരനായിരിക്കെ നോമ്പുകാരിയായിരിക്കെ അനാവശ്യമായി രുചി നോക്കുക. വെറുതെ ഒരു പ്രാവശ്യം നോക്കി പിന്നെ ഒരു പ്രാവശ്യം കൂടെ നോക്കിയേക്കാം, അത്ര ആ രുചി ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അനാവശ്യമായിട്ട് ഇങ്ങനെ രുചി നോക്കുക. അത് പാടില്ലാത്തതാണ്. മറ്റൊരു കാര്യമാണ്, നോമ്പ് കാരിയായിരിക്കെ കറാഹത്തായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും അത് നോമ്പ് മുറിയുന്ന കാര്യം, നോമ്പ് മുറിച്ച് തന്നെ കളഞ്ഞേക്കാം. എന്ത്? വികാരത്തോടുകൂടി ഭാര്യയെ ചുംബിക്കുക, അല്ലെങ്കിൽ വികാരത്തോടുകൂടി നോക്കുക, വികാരത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവരിക. അത് കറാഹത്താണ്. പലപ്പോഴും അങ്ങനെ ചിന്തിച്ച് ഹറാമിലേക്ക് വരെ പോയേക്കാം. അതായത് നോമ്പ് മുറിഞ്ഞു പോയേക്കാം. നമുക്ക് നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, വെള്ളം കൂടി ഉപേക്ഷിക്കൽ മാത്രമല്ല, ഇങ്ങനെ നമുക്ക് ഉള്ള ശാരീരികമായ അത്തരത്തിലുള്ള ചിന്തകൾ കൂടി ഉപേക്ഷിക്കലാണ് എന്ത്? നോമ്പ്. എന്നാൽ മാത്രമേ നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നോമ്പിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത എന്താണ്? ഈ മൂന്ന് കാര്യങ്ങൾ: ഭക്ഷണം, പാനീയം, അതുപോലെ തന്നെ ലൈംഗികത. ഈ മൂന്നും ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പാവുക. അപ്പോൾ നോമ്പുകാരനായിരിക്കെ അല്ലെങ്കിൽ നോമ്പുകാരിയായിരിക്കെ അത്തരം വികാരത്തെ ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ നോമ്പ് പലപ്പോഴും കറാഹത്ത് മാറി ഹറാമായ, അതായത് നോമ്പ് മുറിഞ്ഞു പോയേക്കാം.
അതുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിലൊന്നും നോമ്പുകാരനായിരിക്കെ, അതായത് പകലിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോമ്പുകാരനായിരിക്കെ, നോമ്പുകാരിയായിരിക്കെ ചെയ്യൽ കറാഹത്തായ കാര്യങ്ങൾ. നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളിൽപ്പെട്ട ഒരു സംശയമാണ്, ഉസ്താദ് നോമ്പുകാരനായിട്ട് TV കാണാമോ, അതുപോലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാമോ, ഫേസ്ബുക്ക് ഉപയോഗിക്കാമോ, വാട്സപ്പ് ഉപയോഗിക്കാമോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കാമോ നോമ്പുകാരനായി? ഇന്നത്തെ കാലത്തെന്നല്ല, എന്നത്തെ കാലത്തെയും വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല. നോമ്പുകാരനായിരിക്കെ അവൻ ഒരു വാർത്ത കണ്ടു, ഒരു ന്യൂസ് വാർത്ത കണ്ടു, അത് നോമ്പ് മുറിയില്ല. പക്ഷേ നോമ്പുകാരനായിരിക്കെ നോമ്പിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയും നോമ്പിൻ്റെ ആ ഒരു ഫളീലത്തും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ അവൻ വാർത്താമാധ്യമങ്ങളിൽ വിനോദകാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കലാണ് നല്ലത്. അതായത് അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നോമ്പുകാരനായിട്ട് വൈകുന്നേര സമയമാണ്, അസർ കഴിഞ്ഞു, വെറുതെ സമയം പോകുന്നില്ല, കുറച്ച് ക്യാരംസ് കളിച്ചേക്കാം, ക്യാരംസ് കളിക്കുന്നു. അതുപോലെ സമയം തള്ളി നീക്കാൻ കോമഡി പരിപാടികൾ കാണുന്നു, സിനിമ കാണുന്നു, അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ കുറേ സ്റ്റോറീസ് കാണുന്നു, ഫേസ്ബുക്കിലെ കുറേ വീഡിയോസ് കാണുന്നു. ഇങ്ങനെ എന്താ പറയുക, നോമ്പുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ, വൈജ്ഞാനികപരമായിട്ടല്ലാതെ മറ്റ് വിനോദങ്ങളിൽ കുറച്ച് രസം, കുറച്ച് ചിരിക്കാൻ, കുറച്ച് തമാശകൾ കാണുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഇപ്പോൾ നമ്മളീ പറയുന്ന വീഡിയോ, ഇതും സോഷ്യൽ മീഡിയ, നമ്മുടെ യൂട്യൂബ് വഴി കാണുന്നവരാണല്ലോ നമ്മളൊക്കെ. ഇതൊക്കെ ഒരു വൈജ്ഞാനികപരമായ നോമ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു ആത്മീയ നിർവൃതിയിൽ ആത്മീയപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വിജ്ഞാനപരമായ കാര്യങ്ങൾ കാണുന്നതല്ലാതെ മറ്റ് സമയം തള്ളി നീക്കാൻ നമ്മൾ നോമ്പല്ലാത്ത സമയത്ത് കാണുന്ന പല കോമഡി പരിപാടികളും മറ്റ് സിനിമകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഈ റമദാനിൻ്റെ, പ്രത്യേകിച്ച് നോമ്പുകാരനായി പകലിൽ നമ്മൾ പരിപൂർണമായും ഉപേക്ഷിക്കലാണ് നല്ലത്. കാരണം നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തഖ്വ, സൂക്ഷ്മതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നോമ്പിന് ഭംഗം വരുന്ന, നോമ്പിൻ്റെ പ്രതിഫലത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ നോമ്പുമായി ബന്ധപ്പെട്ട കറാഹത്തായ, നമ്മൾ ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടുന്ന, ചെയ്താൽ ശിക്ഷയില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസ്അലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോമ്പുകാലത്ത്, ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഈ പറയുന്ന വൈജ്ഞാനികപരമായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ, അയച്ചു കൊടുത്താൽ വലിയ ജാരിയായ സ്വതക്ക നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു, എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെയും പല ആളുകളും വിളിച്ച്, ഉസ്താദെ ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണേ എന്ന് പറയാറുണ്ട്. ആരൊക്കെ ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു സമാധാനവും ഐശ്വര്യവും നൽകുമാറാവട്ടെ. ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവ്, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭാര്യ, മക്കളുടെ സ്വഭാവം നന്നാവാൻ മാതാപിതാക്കൾ, അങ്ങനെ ഒരുപാട് ദുആവസിയത്ത്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദുനിയാവും ആഖിറവും സലാമത്തിലാക്കട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അല്ലാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് അല്ലാഹു അനുകൂലമാക്കട്ടെ. ആമീൻ.